ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത കണ്ടെത്തിയിട്ടുണ്ട് SIT സംഘം. തന്ത്രി 2024 സ്വകാര്യ ബാങ്കിൽ ഒറ്റത്തവണയെ നിക്ഷേപിച്ചത് 2.5 കോടി രൂപയാണ്. ബാങ്ക് പൂട്ടിപ്പോയി, പണം നഷ്ടമായി. എന്നിട്ടും പരാതി നൽകാത്തത് എന്തുകൊണ്ടാണ്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ തെളിവാകേണ്ടിയിരുന്നത് VSCയുടെ പരിശോധനാ ഫലമാണ്. ഈ പരിശോധനാ ഫലം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. VSCയുടെ പരിശോധനാ ഫലത്തിലെ ആശയക്കുഴപ്പം കാരണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം നൽകുന്നത് വൈകാനുള്ള പ്രധാന കാരണമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. VSCയുടെ പരിശോധനാ ഫലം നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാണ്. അന്ന് കോടതി ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഈ നേരത്തെ കോടതി അനുമാനിച്ചതുപോലെ ശബരിമലയിലെ യഥാർത്ഥ പാളികൾ മാറ്റി പുതിയ പാളികൾ കൊണ്ടുവന്നു എന്ന നിഗമനം ശരിവെക്കുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നാണ്. മാത്രമല്ല, കോടതി അന്ന് പറഞ്ഞത് ഈ റിപ്പോർട്ട് തികച്ചും ശാസ്ത്രീയവും സാങ്കേതികവുമാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകാൻ ഈ പരീക്ഷണം നടത്തിയ അല്ലെങ്കിൽ ഈ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ VSC ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ആശയക്കുഴപ്പം പ്രകടമായത്. അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള വ്യക്തത വരുത്താൻ ഈ മൊഴിയിലൂടെ കഴിയുന്നില്ല. 2 സാധ്യതകളാണ് VSCയുടെ ശാസ്ത്രജ്ഞർ പറയുന്നത്. പഴയ സ്വർണ്ണപ്പാളികൾ മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ പഴയ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കിയെടുത്ത് അതിൽ തന്നെ വീണ്ടും ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. അതിലൊരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ടുള്ള നിലപാടിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് SITക്കും കുറ്റപത്രം നൽകുന്നതിൽ ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത്. ശബരിമല സന്നിധാനത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും എടുത്തുകൊണ്ടുപോയ പാളികൾക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതിന് പര്യാപ്തമായിരുന്ന റിപ്പോർട്ടിലാണ് ഈ ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും കൂടുതൽ പരിശോധനകൾ നടത്തി ഈ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന ഒരു നിഗമനത്തിൽ എത്തിയ ശേഷം ചാർജ് ഷീറ്റ് നൽകാനാണ് തീരുമാനം. അതിനി എപ്പോൾ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഏതായാലും ചാർജ് ഷീറ്റ് നൽകാനുള്ള വൈകൽ അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ശേഷിക്കുന്ന പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്യും. ഇതിനിടയിൽ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. തന്ത്രിയുടെ സാമ്പത്തിക പരിശോധന നടത്തുമ്പോൾ അതിൽ 2.5 കോടിയുടെ ഒരു നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. 2024 തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചതിന്റെ രേഖകൾ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഈ ബാങ്ക് പിന്നീട് പൂട്ടിപ്പോയി, ആ പണം നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തന്ത്രി ഇതുവരെ പരാതി നൽകിയിട്ടില്ല. അന്ന് നിക്ഷേപം തട്ടിപ്പിന് ഇരയായവരെല്ലാം പരാതി നൽകിയെങ്കിലും കണ്ഠരര് രാജീവര് മാത്രം പരാതി നൽകാത്തതിൽ ദുരൂഹതയെന്നാണ് SIT വിലയിരുത്തുന്നത്. ഏതായാലും നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ 2.5 കോടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ തന്ത്രി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ വ്യക്തത വരുത്താൻ വീണ്ടും കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടത് സുതാര്യമായാണോ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് എന്നതിൽ ഇനിയും കുറെ കൂടി വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്ന ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട പരാതി നൽകാത്ത വിഷയം അത് ചൂണ്ടിക്കാട്ടുന്നത്.